എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോയാണ്. ബോയയുടെ ഒരു മൈക്കാണ് ഇന്ന് അൺബോക്സ് ചെയ്യണത്. ബോയ BY-B20 എന്ന മൈക്കാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യണത്. ഐഫോണിനാണെങ്കിൽ B2 ആണ്. അതിന് വേറെ റിസീവറൊക്കെ അല്ലേ വരണം, അതിനെ കൊണ്ടാണ് B2. ഇത് ബോയയുടെ B20. ഇതാണ് സാധനം. ഒന്ന് തുറന്ന് നോക്കട്ടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇതിൽ വന്നിട്ട് ഇതായിരിക്കണം സാധനം. 2 മൈക്കും ഒരു റിസീവറുമാണ് ഇതിൽ വരുന്നത്. ഇതൊരു പൗച്ചാണ്. പോയാലേ നമുക്കിതൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള പൗച്ച്. ഇതിൻ്റെ വാറൻറ്റി കാർഡ്. 2 വർഷം വാറൻറ്റിയാണ് പറയുന്നത് കമ്പനി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. യൂസർ മാനുവലാണ്. എങ്ങനെ നമുക്കിത് സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ QR കോഡ്, ഒക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് 2 കേബിള്, ഇത് ചാർജിങ് കേബിളാണ്. ഇതിന് 2 മൈക്കും ചാർജ് ചെയ്യാനുള്ള കേബിളാണ്. ഇതാണ് മൈക്ക്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര ക്വാളിറ്റി ഇല്ല, അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള മൈക്ക് തന്നെ. തീരെ ക്വാളിറ്റി ലോയും അല്ല, തീരെ ഹൈയും അല്ല. ഇതാണ് റിസീവർ. നമ്മുടെ മൊബൈലിൽ കുത്താനുള്ളത്. ഇത് ഓൺ ഓഫ് ബട്ടനാണ്. പിന്നെ NR എന്ന് എഴുതിയിരിക്കുന്നതാണ് നോയിസ് ക്യാൻസലേഷൻ. ബോയ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു. ഉള്ള അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഈ കാറ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് ഇതിൽ എഫക്റ്റ് ചെയ്യില്ല. ഇതുപോലെ കുത്തണം. റിസീവർ മൊബൈലിൽ നമ്മളെ C-ടൈപ്പ് ചാർജറിൽ കുത്തിയാൽ മതി. ബോയ B20. ബോയ B20 ബോയ BY-V20 ആണ് മൈക്ക്. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഒരു മൈക്ക് വേണമെന്ന്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നല്ലൊരു മൈക്ക് വേണം. അതിന് വേണ്ടിയാണ് ഇത് മേടിച്ചത്. വലിയ തിരക്കേടില്ല. ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. 3000 രൂപയുടെ വില. ചില സമയത്ത് ഓഫറിൽ കുറച്ചുകൂടെയൊക്കെ ലാഭത്തിന് കിട്ടും. അത് അതിന് കൊള്ളാം. നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഈ ബോയയുടെ മൈക്കിൽ കൂടെ വെച്ചതാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പണ്ട് ബോയയ്ക്ക് ഒരു മൈക്ക് ഉണ്ടായിരുന്നു. ഒരു 6-7 മീറ്റർ ഉയരോട് കൂടിയുള്ള മൈക്കായിരുന്നു. നല്ല മൈക്കായിരുന്നു. പഴയ യൂട്യൂബേഴ്സ് എല്ലാം ആ മൈക്ക് വഴിയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല മൈക്കാണ്. പക്ഷെ അതിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാർജ് തീർന്നു പോകും. അതിൽ ബാറ്ററിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിൽ ചാർജിങ് സംവിധാനങ്ങളൊന്നുമില്ല. നമ്മൾ ബാറ്ററി മേടിച്ചിട്ടാലേ പറ്റും. പക്ഷേ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആ ക്വാളിറ്റിയുടെ ഇതിൽ വെച്ചാണ് ഇത് ഞാൻ മേടിച്ചത്. പിന്നെ ഞാൻ കുറേ റിവ്യൂ ഉണ്ട്, അതിലൊക്കെ നല്ല അഭിപ്രായമാണ് ഈ മൈക്കിനെ കുറിച്ച്. പിന്നെ ഭയങ്കരമായിട്ട് പൈസയൊക്കെ ഉള്ള യൂട്യൂബേഴ്സൊക്കെ ചെയ്യണത് റോഡ്, DJI ഇങ്ങനെയുള്ള മൈക്കുകളാണ്. ഞാൻ പിന്നെ വേറൊരു മൈക്ക് കൂടെ മേടിച്ചായിരുന്നു. അത് ഞാൻ ആദ്യം മേടിച്ചത്. അത് നോയിസ് ക്യാൻസലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അത് മാറ്റി വെച്ചേക്കുന്നത്. അത് മാക്കിൻ്റെ മൈക്കായിരുന്നു മേടിച്ചത്. നോയിസ് ക്യാൻസലേഷൻ ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഈ ബോയയുടെ ഈ മൈക്ക് 50 മീറ്ററാണ്. നമുക്ക് 50 മീറ്റർ അകലെയെന്ന് വരെ സംസാരിക്കണതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സംഗതിയുള്ള. പക്ഷെ പെട്ടെന്ന് പെയറാവുകയും ചെയ്യും. ഇത് താമസമൊന്നുമില്ല. റിസീവർ കുത്തി നമ്മളിത് ഓണാക്കി അപ്പോഴത് പെയറിങ്ങാണ്. പെയറിങ്ങിനൊക്കെ വളരെ എളുപ്പമാണ്. ഞാൻ പിന്നെ ഈ മാക്കിൻ്റെ മൈക്ക് ഉപയോഗിച്ച കൊണ്ടായിരിക്കും. അതിൽ നിന്ന് ക്വാളിറ്റി എന്തായാലും ഉണ്ട്.
പക്ഷേ മറ്റേ റോഡിൻ്റെ DJയിലൊക്കെ മൈക്ക് ഭയങ്കര ക്വാളിറ്റിയാണ്. അതൊക്കെ ഭയങ്കര വിലയാണ്. 10-20,000 രൂപ വിലയുണ്ട്. അത് നമുക്ക് ഈ മൊബൈലിൽ ഇത് കുത്തിക്കൊണ്ട് തന്നെ ചാർജ് ചെയ്യാം. മൊബൈൽ ചാർജ് ചെയ്യാം. എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ അപ്പോഴും റെക്കോർഡിങ് നടക്കും. നോയ്സ് ക്യാൻസലേഷൻ ചെയ്യുമ്പോഴാണ് ഈ പച്ച ലൈറ്റ് കത്തണം, അല്ലെങ്കിൽ നീല ലൈറ്റാണ്. നോയ്സ് ക്യാൻസലേഷൻ ചെയ്തില്ലെങ്കിൽ നീല ലൈറ്റാണ്. ഇതുപോലെ ഷർട്ടിലെ കുത്താം. ഷർട്ടിൽ കുത്തിയിട്ട് നമുക്ക് എങ്ങോട്ട് വേണം തിരിക്കുകയും ചെയ്യാം. അവനെ തിരിച്ചില്ലെന്നേ ഉള്ളൂ. എങ്ങോട്ട് വേണം തിരിച്ച് സംഭവം കൊള്ളാം. 2 എണ്ണം ഉണ്ട്. നമുക്ക് വേറൊരാളുമായിട്ട് സംസാരിക്കുന്നത്, 2 പേരാണ് സംസാരിക്കുന്നത്. ഒരാൾക്കുള്ള ഇത് കുത്തി അതും ഇതുമായിട്ട് ജോയിച്ച് കുത്തി സംസാരിക്കാം. അപ്പോഴും ക്വാളിറ്റിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. 2 മൈക്കും ഒരുമിച്ച് പെയറാവും. 50 മീറ്റർ ദൂരം വരെ കിട്ടുമെന്നാണ് കമ്പനി പറയണത്. ഞാൻ പിന്നെ അതൊന്നും ടെസ്റ്റൊന്നും ചെയ്തില്ല. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് ബോയര മൈക്ക് വഴിയാണ്. നോയ്സ് ക്യാൻസലേഷൻ ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. എന്തായാലും ഈ മാക്കിനെക്കാട്ടി ഈ മൈക്ക് ക്വാളിറ്റി ഉണ്ട്. മാക്കിൻ്റെ മൈക്കിനെക്കാട്ടിയും ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഉടഞ്ഞിട്ട റിസീവർ തിരിക്കാനും അതിനും ഒക്കെ കൊള്ളാം. ഇനി എന്തായാലും വീഡിയോകൾ ചെയ്യണ ഈ മൈക്ക് വഴിയായിരിക്കും. ഇത് കൊണ്ട് നടക്കാൻ എളുപ്പമുണ്ട്. പക്ഷേ ഈ DJയുടെ മൈക്കൊക്കെ ഈ റിസീവർ ഇത്തിരി വലുതാണ്, വലിപ്പം കൂടുതലാണ്. പിന്നെ വേറൊരു കമ്പനിയുണ്ട്, ഹോളി ലാൻഡ്. അത് ഇത്തിരി ചെറിയ മൈക്കാണ്, പക്ഷെ അത് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഭയങ്കര വിലയാണ്. ആമസോണിലൊക്കെ അതൊരു 18,000-20,000 രൂപയ്ക്കാണ് കിടക്കുന്നത്. ഒരു സംഗതി കൊള്ളാം. പിന്നെ അതൊന്നും മേടിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചത്. അല്ല, നമുക്കിത് മതി, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകും. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങളും തുടക്കക്കാർക്കൊക്കെ ഇത് പറ്റിയ മൈക്കാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, പൈസയും കുറവുണ്ട്. യൂട്യൂബ് തുടങ്ങുന്നവർക്ക് കൊള്ളാം. പിന്നെ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. അതിലാണ് ചില സമയത്ത് എല്ലാത്തിനും വില കുറഞ്ഞ് കിടക്കും. ചില സമയത്ത് ആ സമയത്ത് നിങ്ങൾ ഏതിലാണ് വില കുറവുള്ളത് അതിൽ കയറി മേടിച്ചാൽ മതി. അതിൻ്റെ സംഗതി കൊള്ളാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.